Hi to all. പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. നമ്മൾ എന്ത് കാര്യത്തിനും ക്ഷമയുള്ളവരായി മാറുക, അതുപോലുള്ള നമ്മൾ ഏത് കാര്യത്തിനും ദൃഢനിശ്ചയത്തോടെ ദൃഢചിത്തതയോടെ കൂടി മുന്നോട്ട് പോകുക. ഈ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യം നിശ്ചയമായിട്ടും ഉണർന്നിരിക്കും. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫേമസ് ആയിട്ടുള്ള പല ആളുകളും, അത് സ്പോർട്സ് താരമാവും, രാഷ്ട്രീയക്കാരാവും, ബിസിനസ്സുകാരാവും, നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ ഏതായാലും, അതായത് സന്നദ്ധ മേഖലയിൽ എക്സലൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്, അവരൊക്കെ എത്രയധികം ക്ഷമയും ഇതുപോലെ ദൃഢനിശ്ചയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. സച്ചിൻ തെണ്ടുൽക്കർ 100 സെഞ്ചുറി അടിച്ച ഗോഡ് ഓഫ് ക്രിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൈമിന് കുറച്ച് മുമ്പാണ്, അത് 25 വർഷത്തോളം കരിയറിൻ്റെ 24 വർഷമാണ് അദ്ദേഹത്തിന് ഒരു വേൾഡ് കപ്പ് സ്വായത്തമാക്കിയതിൻ്റെ. എത്രയോ 5ാമത്തെ വേൾഡ് കപ്പ് കളിച്ച 5ാമത്തെ വേൾഡ് കപ്പിലാണ് അദ്ദേഹം 20 വർഷത്തിന് കളിച്ച വേൾഡ് കപ്പിൽ 5 വേൾഡ് കപ്പ് 6 വേൾഡ് കപ്പ് കളിച്ചിട്ടാണ് അത് കിട്ടി. അപ്പം അദ്ദേഹത്തിന് അറിയാം എനിക്കിത് അർഹതപ്പെട്ടതാണ്, എനിക്കിത് കിട്ടും തീർച്ചയായിട്ടും. അതിനു മുമ്പുള്ള വേൾഡ് കപ്പിൽ അദ്ദേഹം മാൻ ഓഫ് ദി സീരീസ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതാണ് നമ്മൾ പലപ്പോഴും വിജയങ്ങളെ കാണുമ്പോൾ അവർ വിജയിച്ച് നിൽക്കുന്ന നിമിഷത്തിൽ മാത്രമാണ് കാണുന്നത്. പക്ഷെ ആ വിജയത്തിന് വേണ്ടി അവർ എടുത്ത ആ ഒരു ക്ഷമയും അതിന് പിന്നിലുള്ള ആ ഒരു ദൃഢനിശ്ചയവും കഠിനാധ്വാനങ്ങളൊക്കെ നമ്മളെ കാണേണ്ടത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്